നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഞാനിപ്പോൾ ഒരു ചെറിയ ദൂരം നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുകയാണ്. ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ. വണ്ടി ഇതാ പതിയെ ഇവിടുന്ന് മൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. പതിയെ വണ്ടി മുന്നോട്ടേക്ക് മൂവ് ചെയ്യുന്നു. വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ടയറിൻ്റെ പൊസിഷൻ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കാം. ജസ്റ്റ് നേരെ നോക്കുക, അതിനുശേഷം വണ്ടി പതിയെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക. വണ്ടി എങ്ങോട്ടാണ് പോകുന്നത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ടയറിൻ്റെ പൊസിഷൻ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കാം. റൈറ്റിലേക്കാണ് ടയർ തിരിച്ചിട്ടില്ലെങ്കിൽ റൈറ്റിലേക്ക് പോകും, ലെഫ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകും. ജസ്റ്റ് ആ മൂവ്മെൻറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പതിയെ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നു, അത് നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളെപ്പോഴും റോഡിൻ്റെ ലെഫ്റ്റാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രൈവറ്റ് റോഡാണ്. ഇവിടെ നമ്മളങ്ങനെ ലെഫ്റ്റ് ചേർത്ത് ഡ്രൈവ് ചെയ്യണമെന്നില്ല. നമുക്ക് റോഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ കുണ്ടും കുഴിയൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ചെടുക്കാം. കാരണം ഇത് പ്രൈവറ്റ് റോഡാണ്, വേറെ വാഹനങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ നിങ്ങൾ മെയിൻ റോഡിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ പ്രൈവറ്റ് റോഡ് കഴിഞ്ഞിട്ട് മറ്റുള്ള വാഹനങ്ങൾക്കുള്ള ഒരു സ്ഥലം എത്തുമ്പോൾ കൃത്യമായിട്ടും സൈഡ് ചേർത്തിട്ട് പോകണം. ഇവിടെ നിന്ന് എനിക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് രണ്ട് സൈഡും വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പതിയെ കയറാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. റോഡിലേക്ക് കയറ്റി നിർത്തിയിട്ടല്ല നോക്കേണ്ടത്, അതിന് മുന്നേ നമ്മൾ നോക്കിയിരിക്കണം. റോഡിലെ ബോർഡർ ലൈനിൻ്റെ മുമ്പിലേക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് വരാൻ വേണ്ടിയിട്ട് പാടില്ല. വാഹനങ്ങളൊന്നും ഇല്ല എന്ന് നോക്കി മനസ്സിലാക്കി വണ്ടി പതിയെ മുന്നോട്ടേക്ക് എടുക്കുന്നു. പതിയെ മുന്നോട്ടേക്ക് എടുക്കുന്നു. ഒരു സ്കൂട്ടി അവിടെ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും എടുത്തത്. കണ്ടില്ലേ, സ്റ്റിയറിങ് സ്റ്റഡിയാക്കി. ഇനി ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് പോകുന്നു. വളരെയധികം ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും സൈഡ് ചേർത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകരുത്. എപ്പോഴും ഒരു സൈഡ് ചേർക്കുക, ലെഫ്റ്റ് സൈഡ് ചേർക്കുക. എങ്ങനെ മനസ്സിലാക്കാം? മിറർ നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് കൂടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സ്റ്റിയറിങ് ഞാൻ ഇതാ കൃത്യമായിട്ട് തിരിക്കുന്നു. കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡ് ചേർത്ത് തിരിയുന്നു. ഇതൊരു ചെറിയ വളവാണ്. ലെഫ്റ്റ് സൈഡ് ചേർത്ത് തിരിഞ്ഞു. ഇപ്പോൾ റൈറ്റിലെ മിററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് നിങ്ങൾക്ക് കാണാം. വളരെ കുറഞ്ഞൊരു സ്പേസ് മാത്രമേ നമ്മൾ റോഡിൽ എടുക്കുന്നുള്ളൂ. അതാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് തോന്നാം റോഡ് മുഴുവനായിട്ട് എൻ്റെ വണ്ടി ഉണ്ട് എന്ന്. അങ്ങനെ തോന്നുന്ന ആളുകൾ കൃത്യമായിട്ട് മിറർ നോക്കിയത് മനസ്സിലാക്കുക. കണ്ടില്ലേ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു മിറർ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് സ്പേസ് മാത്രമേ നമ്മൾ റോഡിൽ എടുക്കുന്നുള്ളൂ. പിന്നെ സ്റ്റിയറിങ്ങിൽ എപ്പോഴും രണ്ട് കൈയും പിടിച്ചിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബൈക്കുകളുണ്ട്. ഞാൻ കുറച്ചൊന്ന് റൈറ്റ് ചേർത്തെടുക്കുന്നു. കൃത്യമായി മനസ്സിലാക്കി റൈറ്റ് ചേർത്തെടുക്കുന്നു. കണ്ടില്ലേ, ഇവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്, ഓട്ടോ നിർത്തിയിട്ടുണ്ട്. ഞാനിത് കൃത്യമായിട്ട് കുറച്ചൊന്ന് റൈറ്റ് ചേർത്തിട്ട് എടുത്തു. ഇനിയിപ്പോൾ ഇതാ ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയിട്ട് ഞാൻ ഇവിടുന്ന് വണ്ടി തിരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കുറച്ച് മുമ്പോട്ടേക്ക് പോയിട്ട് തിരിക്കുന്നു. ഇവിടെ ആക്ച്വലി ഞാൻ ലേശം ഒന്ന് മുമ്പോട്ടേക്ക് ഇതുവഴി അങ്ങോട്ടേക്ക് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി തിരിക്കാനാണ് പോകുന്നത്. ഞാൻ കൃത്യമായിട്ട് ഇവിടുന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. ഇപ്പോൾ അധികം വണ്ടിയൊന്നും ഇല്ലാത്ത റോഡാണ്. ഇവിടെ ഒന്ന് സ്ലോ ആക്കി വണ്ടി ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. റൈറ്റിലേക്കാണ് എനിക്ക് എടുക്കേണ്ടത്. ഇവിടുന്ന് റൈറ്റിലേക്ക് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നോക്കണം. ഇവിടെ ഈ ഒരു റോഡിൻ്റെ സ്റ്റാർട്ടിങ് നമ്മുടെ ഷോൾഡറിൽ വരുമ്പോഴാണ് സ്റ്റിയറിങ് തിരിക്കുന്നത്. നോക്കുക നിങ്ങൾ. പതിയെ മുമ്പോട്ടേക്ക് എടുക്കുന്നു. പതിയെ മുമ്പോട്ടേക്ക് എടുക്കുന്നു. ഇൻഡിക്കേറ്റർ മാക്സിമം നേരത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് വലിയ തിരക്കൊന്നുമില്ലൊരു റോഡല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് എടുത്തത്. അപ്പോൾ നേരത്തെ കൊടുക്കണം നിങ്ങൾ. ഇൻഡിക്കേറ്ററൊക്കെ നേരത്തെ കൊടുത്തെടുക്കുക. ഞാൻ കുറച്ച് മുമ്പോട്ടേക്ക് ഇവിടുന്ന് പോകുന്നു. എന്നിട്ട് ഇവിടുന്ന് തിരിക്കാനാണ് പോകുന്നത് വണ്ടി. കുറച്ച് മുമ്പോട്ടേക്ക് എടുത്തു. ഫുള്ളായിട്ട് തിരിക്കുന്നു. സ്റ്റിയറിങ് നോക്കിയാൽ നിങ്ങൾ, ഫുള്ളായിട്ട് തിരിക്കുന്നു. കുറേശ്ശെ ആക്സിലേറ്റർ കൊടുത്തിട്ട് ഫുള്ളായിട്ട് തിരിക്കുന്നു. ഫുള്ളായിട്ട് തിരിച്ച് പിടിച്ചിട്ടാണുള്ളത്. ഇവിടുന്ന് ആക്ച്വലി ഒറ്റ സിംഗിൾ ടേക്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയില്ല. ഒന്ന് റിവേഴ്സ് എടുക്കുന്നു. ഫുള്ളായിട്ട് സ്റ്റിയറിങ് ഓപ്പോസിറ്റിലേക്ക് തിരിച്ചിട്ട് റിവേഴ്സ് എടുക്കുന്നു. ഫുള്ളായിട്ട് തിരിച്ചു. രണ്ട് മിററും കൃത്യമായിട്ട് നോക്കിയിട്ട് റിവേഴ്സ് എടുക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു? ഇനി വീണ്ടും ഇത് മുമ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. ഫുള്ളില്ലേ, മുമ്പോട്ടേക്ക് എടുത്തു. കൂളായിട്ട് നമുക്കിങ്ങനെ മുമ്പോട്ടേക്ക് എടുക്കാം. വണ്ടി തിരിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വീണ്ടും റോഡിലേക്ക് കയറാനാണ് പോകുന്നത്. പതിയെ ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കുക, ലെഫ്റ്റിലേക്ക് ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കുക. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇൻഡിക്കേറ്റർ അഥവാ ഓഫായി പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യണം. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ബോർഡർ ലൈൻ ഉണ്ട്. ഇതിനകത്തോട്ട് കയറിയിട്ടല്ല, അല്ലെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് ബോർഡർ ലൈൻ അപ്പുറം പോയതിന് ശേഷമല്ല വണ്ടി നിർത്തേണ്ട, അതിന് മുന്നേ നിർത്തണം. വണ്ടിയൊന്നും ഇല്ലാതെ മനസ്സിലാക്കി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചെടുക്കുന്നു. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ലെഫ്റ്റ് ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓട്ടോ റിട്ടേൺ ഫംഗ്ഷൻ കണ്ടില്ലേ നിങ്ങൾ? വണ്ടി ഇതാ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിയറിംഗ് റിട്ടേൺ വന്നു വണ്ടിയുടെ. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ വണ്ടിക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളത്
കൃത്യമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, സോഫ്റ്റായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം. സ്റ്റിയറിംഗ് പിടിക്കുന്നത് വളരെ സോഫ്റ്റായിട്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ഓട്ടോ റിട്ടേൺ ഫംഗ്ഷൻ കറക്റ്റായിട്ട് വരികയുള്ളൂ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ. കണ്ടില്ലേ, ഞാനിപ്പോൾ പതിയെ ഡ്രൈവ് ചെയ്ത് വന്നു, ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നു. നോക്കി, ഇപ്പോൾ അവിടുന്ന് ടേൺ ചെയ്തിട്ട് വന്നതാണ്. കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക റോഡിൻ്റെ എത്ര സ്പേസ് എടുക്കുന്നുണ്ടെന്ന്. ശ്രദ്ധ എപ്പോഴും വേണം ഡ്രൈവിങ്ങിൽ. ഒരു വളവ് വന്നു, ഞാൻ ഇതാ ഹോൺ അടിച്ചിട്ട് പതിയെ ഇതാ ലെഫ്റ്റ് സൈഡ് ചേർത്ത് തിരിയുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലെഫ്റ്റ് സൈഡ് ചേർത്ത് തിരിയണം. ഇപ്പോൾ എതിരെ വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിന്നെ സൈഡ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരരുത്, സൈഡിൽ തന്നെ പോവുക നിങ്ങൾ. പിന്നെ എന്തിനാണ് സൈഡ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരിക? അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ സൈഡ് ചേർത്തിട്ട് എപ്പോഴും പോവുക. മറ്റൊരു വാഹനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നിങ്ങളെപ്പോഴും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പതിയെ റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നു. ഇൻഡിക്കേറ്റർ ഇവിടുന്ന് കൊടുത്തു, കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയിട്ടാണ് ടേൺ ചെയ്യുന്നത്. നമുക്കിതാ ഈ ഒരു വഴിയിലേക്കാണ് ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഷോൾഡർ ലെവൽ ഈ ഒരു വഴിയിലെ സ്റ്റാർട്ടിങ്ങിലെത്തണം. ഇപ്പോൾ ഇത് ഏകദേശം സ്റ്റാർട്ടിങ്ങിലെത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിക്കുന്നു. റൈറ്റ് മിററിൽ നോക്കുന്നു, ഷോൾഡർ ചെക്ക് ചെയ്യുന്നു. വേറെ വാഹനങ്ങളില്ലാന്ന് വെറും മിറർ മാത്രം നോക്കിയാൽ പോരാ, കഴുത്ത് തിരിച്ച് നോക്കണം. നമ്മൾ ഷോൾഡർ ചെക്ക് ചെയ്യുന്നു, പതിയെ കയറുന്നു. കണ്ടില്ലേ, പതിയെ അകത്തോട്ട് കയറുന്നു. അകത്തോട്ട് കയറിയ ഉടനെ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കുന്നു. സ്റ്റിയറിംഗ് പതിയെ സ്റ്റഡിയാക്കി പതിയെ വാഹനം താഴത്തേക്ക് ഇറക്കുന്നു. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾക്ക് വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം. നിങ്ങൾ വളരെ കൂളായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. വളരെ കൂളായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കാര്യങ്ങളിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇതേപോലെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം.